സാറാണ് മറ്റൊരു 12th CBSE ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചെയ്യുന്നത്. ക്വസ്റ്റൻ കണ്ടപ്പോൾ മനസ്സിലായി ഡിഫറൻസിയേഷനിലേതാണ്. നമ്മളിത് റെഗുലർ എക്സസൈസിലുള്ളതല്ല, മിസ്ലേനിയസിനുള്ളിലുള്ളതാണ്. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസുകൾ അവിടെയുണ്ട്. അത് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചോണം. എക്സാമിന് എപ്പോഴും വരുന്ന ചോദ്യങ്ങളാണ്. ഇത് പഴയ കാലത്തെ ഒരു ക്വസ്റ്റൻ ആണ്, അല്ലാതെ ഈയിടെ ഒന്നും ഇറങ്ങിയതല്ല. പക്ഷെ ഇത് ഇപ്പോഴും എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റൻ കണ്ടോ dx ഈക്വൽ ടു ഒന്ന് ഷോ ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് അവസാന ആൻസർ ഇത് കിട്ടിയില്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് അതിന് തുടക്കമൊക്കെ ഒരു വ്യത്യാസമുണ്ട്. നോക്കാം. ഇഫ് cos y ഈക്വൽ ടു x into cos of a plus y, then show that dy by dx is cos square of a plus y by sin a. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മള് പ്രത്യേകത എന്ന് പറഞ്ഞാൽ dy by dx ആൻസർ കണ്ടല്ലോ. ഇവിടെ എക്സ് എ ഇല്ല കേട്ടോ, മുഴുവൻ y ഇതാകെ ഉള്ളതുകൊണ്ട് y ഉള്ളു, എക്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ രണ്ട് രീതിയിൽ കൂടെ ചെയ്യാം. ഞാൻ ഒരു രീതി ഒന്ന് കാണിക്കാം. cos y ഈക്വൽ x into cos of a plus y. ഇവിടെ നിന്നും ഞാൻ എന്ത് ചെയ്തു, ഈ y ഉള്ള ഈ രണ്ട് ടൈംസിനെ ഒരുമിച്ചാക്കുന്നു, ഈ എക്സിനെ ഒറ്റയ്ക്ക് ഇടുന്നു. അപ്പൊ എന്തുകൊണ്ട് ഈ എക്സിനെ ഒറ്റയ്ക്ക് ഇടുമ്പോൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 ആയി പോകും. ആൻസർ എക്സ്, അപ്പൊ പിന്നെ വരത്തിലുണ്ട് എക്സ് ഇല്ല കണ്ടോ. അപ്പൊ അതിനുവേണ്ടി ഇയാളെ ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ cos y ഡിവൈഡഡ് ബൈ cos ഓഫ് a plus y ഈക്വൽ ടു എത്ര കിട്ടി, x. തിരിച്ചെഴുതിയാൽ x ഈക്വൽ ടു cos y ബൈ cos ഓഫ് ആരെന്ന് കിട്ടി, a plus y. ഓക്കെ, ഇപ്പൊ നമുക്ക് ഡിഫറൻഷിയേറ്റ് നടത്തിയത് നിങ്ങൾക്കറിയാം. എക്സിന്റെ ഡെറിവേറ്റീവ് എത്ര മോനെ, 1. ഓക്കെ, അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് നടത്തുവാണ്. അപ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, cos y ബൈ cos ഓഫ് a plus y ഡിഫറൻഷിയേറ്റിംഗ് ബൈ കോഷ്യന്റ് റൂൾ. താഴെ മണ്ടയ്ക്കൊക്കെ y ഉണ്ടല്ലോ കേട്ടോ. താഴെ മണ്ടയ്ക്ക് x ഉണ്ടെങ്കിലും താഴെ മണ്ടയ്ക്ക് y ഉണ്ടെങ്കിലും ഏത് റൂളാ, കോഷ്യന്റ് റൂളാണ്. കോഷ്യന്റ് റൂൾ എല്ലാവർക്കും അറിയാം. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ മൈനസ് ന്യൂമറേറ്ററിന്റെ ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഡിനോമിനേറ്റർ ഇൻറ്റു എന്ന് പറയുമ്പോൾ cos ഓഫ് a plus y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ cos y ഡെറിവേറ്റീവ് ആരായിരുന്നു, മൈനസ് സൈൻ y ഇൻറ്റു ആരുണ്ട് അവിടെ, dy ബൈ dx. ലാസ്റ്റിൽ ഒരുമിച്ച് ഡിവൈഡ് എഴുതിയാലും മതി കേട്ടോ, അങ്ങനെ കൊണ്ട് കുഴപ്പമില്ല. മൈനസ് ഇനി ന്യൂമറേറ്റർ ഇൻറ്റു എന്ന് പറയുമ്പോൾ എന്താണ്, cos y ഇൻറ്റു cos ഓഫ് a plus y യുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ഓഫ് a plus y. പിന്നീടുള്ള എയുടെ വൈയുടെ ചെയ്യുമ്പോൾ എയുടെ 0, വൈയുടെ ആരാണ്, dy ബൈ dx. ഓക്കെ, അപ്പൊ ഇവിടൊക്കെ നമ്മൾ y ഡിവൈഡ് ചെയ്യുന്ന കാരണം എന്തുകൊണ്ടാ, വൈയുടെ ടേമിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് എഴുതണം, dy ബൈ dx. അപ്പൊ നമുക്കറിയാം സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. പക്ഷെ സൈൻ വൈ ഡെറിവേറ്റീവ് എത്ര, കോസ് വൈ കൊണ്ട് നിർത്തത്തില്ല, ഇൻറ്റു dy ബൈ dx. അതേപോലെ കേട്ടോ. അപ്പൊ അവിടെ അതാണ് ചെയ്തത്, ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ഓഫ് a plus y. ഫസ്റ്റ് സ്റ്റെപ്പ് ആയി. ദാറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കി, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ രണ്ട് മൈനസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് മൈനസ് തമ്മിൽ പ്ലസ് ആവും, ഇതെന്താവും, മൈനസ് ആവും. ഈ മൈനസ് ആവുന്നുണ്ട്, ഈ ടേം മൈനസ് ആവും, ഈ ടേം പ്ലസ് ആവും. ഞാൻ തിരിച്ചെഴുതുവാണേ. തിരിച്ചെഴുതാൻ ഈ ടേമിനെ ആദ്യം എഴുതുന്നു, ഇവനെ രണ്ടാമത് എഴുതുമ്പോൾ നോക്കിക്കേ, സൈൻ ഓഫ് a പ്ലസ് വൈ ഇൻറ്റു കോസ് വൈ ഉണ്ടല്ലോ, സൈൻ a പ്ലസ് വൈ ഇൻറ്റു കോസ് വൈ. ഈ ടേമിനെ ഈ രണ്ട് മൈനസ് പ്ലസ് ആയതുകൊണ്ട് ആദ്യം എഴുതി, ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഇതിന് രണ്ടാമത് എഴുതാണ്, മൈനസ് cos ഓഫ് a പ്ലസ് വൈ ഇൻറ്റു സൈൻ വൈ. അപ്പൊ നിങ്ങൾ ഡിവൈഡ്സ് എന്ത് ചെയ്യുന്നത് അല്ലേ, ആ ഡിവൈഡ്സിനെ ഞാൻ ഇങ്ങനെ കോമൺ ആയിട്ട് ഇവിടോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ, ഇൻറ്റു dy ബൈ dx. ഇവിടെയുണ്ട് ഇവിടെയുണ്ട് കോമൺ ആയിട്ട് കേട്ടോ. ഹോൾ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ ഓഫ് a പ്ലസ് വൈ. ഓക്കെ, ഇപ്പൊ നമുക്ക് കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഏകദേശം വെടുപ്പായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ 1 ഈക്വൽ ടു സൈൻ a പ്ലസ് വൈ കോസ് വൈ മൈനസ് കോസ് a പ്ലസ് വൈ സൈൻ വൈ. എവിടെയോ കേട്ട് മറന്നു അല്ലേ, സൈൻ a കോസ് ബി മൈനസ് കോസ് a സൈൻ ബി, സൈൻ a കോസ് ബി മൈനസ് കോസ് a സൈൻ ബി, സൈൻ ഓഫ് a മൈനസ് ബി. ഈ a പ്ലസ് വൈ നമ്മൾ a ആയിട്ട് കരുതുക, ഈ വെറും y b ആയിട്ട് കരുതുക. ഓക്കെ, അപ്പൊ ഇത് സൈൻ a കോസ് ബി മൈനസ് കോസ് a സൈൻ ബി, ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് സൈൻ ഓഫ് ആരെന്നാണ്, a മൈനസ് ബി. a മൈനസ് ബി എന്ന് പറയുമ്പോൾ ആര് വരും, a പ്ലസ് വൈ മൈനസ് വൈ കേട്ടോ. ഇത് a, ഇത് b. അപ്പൊ സൈൻ ഓഫ് a മൈനസ് ബി ആയി. ന്യൂമറേറ്റർ ഇത്രയും മതി കേട്ടോ. ഇത്രയും പകരമാണ് ഇൻറ്റു അവിടെ ആറുണ്ട് ഒരു dy ബൈ dx ഈക്വൽ ടു കോസ് സ്ക്വയർ ഓഫ് താഴെ കോസ് സ്ക്വയർ ഓഫ് a പ്ലസ് വൈ. നമുക്ക് ഇയാളെ ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
നോക്കിക്കേ, ഇവിടെ ഒരു പ്ലസ് വൈയും മൈനസ് വൈയും ക്യാൻസൽ ആവും. നെക്സ്റ്റ് സ്റ്റെപ്പിലാണെങ്കിലും മതി. ബാക്കി ആരൊക്കെ ഉണ്ട്? ന്യൂമറേറ്ററിൽ ഒരു സൈനേ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ആരുണ്ട്? cos സ്ക്വയർ ഓഫ് a പ്ലസ് വൈ ഉണ്ട്, ഇൻറ്റു ആരാണ്? dy ബൈ dx. നമുക്ക് ആരെയാണ് വേണ്ടത്? dy ബൈ dx ആണ് വേണ്ടത്. അത് അവിടെ ഉണ്ട്. അപ്പൊ മറ്റുള്ളവരെന്താ ഇപ്പുറത്ത് വന്നാൽ മതി അല്ലേ? അപ്പൊ അവിടെ നിന്ന് dy ബൈ dx ഈക്വൽ എന്ന് വായിക്കുകയും ചെയ്യാം. dy ബൈ dx ഈക്വൽ ടു, ഇവർ രണ്ടുപേരും ഇവിടെ ഇപ്പുറത്ത് വരുമ്പോൾ ഇയാൾ ഇങ്ങോട്ട് വരും, ഇയാൾ ഇങ്ങോട്ട് വരും കേട്ടോ, ക്രോസ് ആവും. ഓക്കെ, അപ്പൊ ഈ cos സ്ക്വയർ ഓഫ് a പ്ലസ് വൈ ഇങ്ങോട്ട് വരും, ഈ സൈൻ a താഴോട്ട് വരുമ്പോൾ cos സ്ക്വയർ ഓഫ് a പ്ലസ് വൈ ബൈ സൈൻ a ഈക്വൽ ടു ആയിരുന്നു കിട്ടി? dy ബൈ dx. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ കേട്ടോ. തിരിച്ചു കഴിഞ്ഞാൽ dy ബൈ dx ഈക്വൽ ടു cos സ്ക്വയർ ഓഫ് a പ്ലസ് വൈ ബൈ സൈൻ a. നല്ലൊരു ക്വസ്റ്റൻ ആണ്. ഇതൊക്കെയാണ് നമ്മുടെ CBSE-കാർക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ അവരത്രയ്ക്ക് ഈസി ആയിട്ട് സിമ്പിൾ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങളുടെ എക്സാമിന് വരുന്ന ഇത്തിരി ടഫായിട്ടുള്ളതും ഇച്ചിരി മീനിങ് ഇച്ചിരി നല്ല ക്വസ്റ്റനൊക്കെ പഠിച്ചോണം. അതിലൊരെണ്ണമായിരുന്നു ഇത്. അപ്പോൾ മാക്സിമം നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലാസ് ആയിട്ട് തരും. അപ്പൊ എല്ലാവരും ഇത് പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേരെ. ഗുഡ് ബൈ.